അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ എല്ലാവരുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്താൻ്റെ ക്ലീനിങ് വീഡിയോ ഒന്നും ഇപ്പോൾ കാണാനില്ല എന്നുള്ളത്. അപ്പോൾ ഇതാ മക്കളെ കണ്ടോ, ഞാനിന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജ് നോമ്പ് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ക്ലീൻ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. നിങ്ങളെ കാണിക്കാൻ തന്നെ നല്ല മടിയുണ്ട്, കാരണം വെച്ചാൽ അത്രയും മോശമായിട്ടുണ്ട് കാര്യങ്ങൾ. ഇത്രത്തോളം ഞാൻ ചീത്തയാൻ വെക്കലില്ല, വേഗം ക്ലീൻ ചെയ്യലുണ്ട്. ഫ്രീസർ വലുതാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ കുറേ ചിക്കനും മീനൊന്നും അങ്ങനെ വാങ്ങി വെക്കില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്ലഗ് ആ വയറടക്കം ഊരി വെച്ചോളണം. പിന്നെ ഒക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇനി എല്ലാം തേച്ച് കഴുകി നല്ല ക്ലീനാക്കി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഈ ഒരു മാറ്റ് വിരിക്കുന്നതുകൊണ്ട് തന്നെ അധികം മുഷിയുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇടയ്ക്കിടെ ഈ ഒരു മാറ്റ് ഇങ്ങനെ നമ്മളൊന്ന് തുടച്ചെടുത്താൽ അങ്ങനെ ഫ്രിഡ്ജ് നമുക്കിങ്ങനെ എടുത്ത് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 2 മാസമെല്ലാം കഴിയുമ്പോൾ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ അതൊക്കെ തേച്ച് വെയിലത്ത് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫ്രിഡ്ജ് തുടച്ച് വരുമ്പോഴത്തേക്ക് ഇത് ആറിക്കിട്ടും, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ പിന്നെ വേഗം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഒരു റോളാണ്, അത് കട്ട് ചെയ്തെടുത്തതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ സൈസിന് കണക്കായിട്ട്. ഒരു പ്രാവശ്യം കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ കുഴപ്പമില്ല. പിന്നെ അതേ അങ്ങനെ നമുക്ക് തേച്ച് വെക്കാം, അങ്ങനെ കേടായി പോകുന്നൊന്നുമില്ല. ഓരോ പീസും ഞാനിങ്ങനെ നല്ലപോലെ തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യണ ഒരുപാട് സമയമാണ് നമുക്ക് ഫ്രിഡ്ജ്. പക്ഷേ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കൊണ്ടാക്കുന്ന ഒരു സ്പേസ് അല്ലേ. മെയിനായിട്ട് നമ്മളെ പാലിനൊക്കെ ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നൊരു സംഭവം. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്. എല്ലാം മൂടിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഈ പച്ചക്കറിയും ഒക്കെ വാങ്ങിയിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. വലിയൊരു ഫ്രിഡ്ജ് ഞാൻ വാങ്ങിക്കൊണ്ടാച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും പച്ചക്കറി ഫ്രൂട്ട്സ് ഒന്നും ഫ്രിഡ്ജിൽ വെക്കില്ല. ഇനി അത് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കേണ്ടതാണ് ഞാൻ അത്യാവശ്യം വേണ്ടത്. നമുക്ക് എപ്പോഴും കടയിൽ ഇപ്പോൾ എനിക്കുള്ള തൊട്ടടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഒന്ന് വാട്സപ്പിൽ ബില്ല് അയച്ചാൽ സാധനം വീട്ടിലെത്തും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ കുറേ ദൂരത്ത് ഷോപ്പെല്ലാം എപ്പോഴും പോയി വാങ്ങിക്കാൻ ആളില്ലാത്ത ആൾക്കാർക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തേ മതിയാവുള്ളൂ ഇടയ്ക്കിടെ. പിന്നെ നമ്മളെല്ലാം മെയിനായിട്ട് വെജീസ്, കാരണം അത് അത്രയും മരുന്നടിച്ചിട്ട് വരുന്ന സംഭവമാണ്. കറിവേപ്പില പോലും വാങ്ങിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം അതെല്ലാം കഴുകി അതിൻ്റെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് എന്താ വരാമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഇതേപോലെ എൻ്റെത് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കഴുകിയെടുക്കാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചെറിയ ഫ്രിഡ്ജാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. അന്നേരം ഒരു ആവശ്യത്തിന് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ വിചാരിക്കും എന്തിനായിരുന്നു ഇത്രയും കാശ് കൊടുത്ത് ഇത്രയും വലിയ ഫ്രിഡ്ജ് വാങ്ങി വെച്ചിട്ട് ഒരു സാധനം വാങ്ങിച്ചുണ്ടാക്കിയില്ല. പക്ഷേ ഓരോ സമയത്ത് നമുക്ക് വരുമല്ലോ. പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ബിരിയാണിയൊക്കെ ബാക്കി വന്നാൽ വേറൊരു പാത്രത്തിലേക്ക് ആക്കണ്ട, അങ്ങ് ചമ്പോടെ കൊണ്ടുപോയി വെക്കാം. ഞാനൊന്നും ചട്ടി കുക്കർ ഒക്കെ അതേപോലെ നമ്മൾ കറിയൊക്കെ ബാക്കി വന്നാൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റലില്ല, ഡയറക്റ്റ് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കലാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ അത് മാറ്റി വെച്ച പാത്രം കഴുകണം, വീണ്ടും പിറ്റേന്ന് ചൂടാക്കും, ആ ഒരു പാത്രം വേണം. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആണ് എന്ന് ചോദിച്ചാലാണ്. അപ്പോൾ ഇത് നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. നല്ലപോലെ കഴുകി എടുത്തിട്ട് ഭയങ്കര ടെൻഷനായിട്ടോ ഇത് ഞാൻ കഴുകി എടുക്കുന്നത്. ഒന്നാമത് എൻ്റെ കൈക്ക് നല്ല വേദന ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വലുത് കഴുകാനും വൃത്തിയാക്കാനും എല്ലാം വലിയ പണിയാണ്. ഒരു ദിവസത്തെ മെനക്കേട് തന്നെയാണ് ഈ ഫ്രിഡ്ജ് തുടക്കൽ. പക്ഷേ ഞാൻ 1.5-2 മണിക്കൂറിൽ മാക്സിമം തീർക്കും. ഞാൻ മൊബൈൽ അലാറം വെച്ചിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സ് പലതരത്തായി പോകും. അന്നേരം ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ നമ്മൾ പണി ഇങ്ങനെ ഡിലേ വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ജോലി ചെയ്യുമ്പോൾ ഒരു ടൈമിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൻ്റെ മേലെ ക്ലീൻ ചെയ്യാൻ ഫസ്റ്റ് ഞാൻ അതാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം തുടക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ഫ്രിഡ്ജ് ഓഫ് ചെയ്തു, അതിനെ ഷെല്ലെടുത്ത് വെച്ച് അതൊക്കെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അതവിടെ വെള്ളം വരട്ടെ, ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് തുടക്കാം. അത് തുടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ മേൽഭാഗം തുടക്കാം. അവിടെ അത്രയും പൊടി ഉണ്ടാവും. അതൊക്കെ തുടച്ചെടുത്ത് മാറ്റി വന്നാൽ പിന്നെ നമുക്ക് ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ നിൽക്കാം. അങ്ങനെയാണ് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ ചെയ്യുന്നത്. പിന്നെന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്ത് കാണും ഒരു ഭംഗിയല്ലേ അല്ലേ, എന്തോ ഒരു ഭംഗി, എന്തോ ഒരു മനസ്സമാധാനം. പക്ഷേ അത് ഞാനിതിപ്പോൾ എത്ര ദിവസമായി ഓരോ ദിവസവും രാവിലെ പാലെടുക്കുക വെച്ചിരിക്കുക, ഇന്ന് തുടക്കാം, പിന്നെ സമയം കിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ തുറന്ന് പാലെടുക്കുക വെച്ചിരിക്കുക, ഇന്ന് തുടക്കണം, എന്തായാലും തുടക്കണം. പിന്നെ മടി, അലസത, സമയക്കുറവ്, ഒന്നിനും കോൺസെൻട്രേഷൻ ഇല്ല, മനസ്സെല്ലാം പരന്നിട്ട് എന്താ പറയണ്ടേ, ചില സമയത്ത് ഉണ്ടാവുമല്ലോ അങ്ങനെ. ആ ഒരു സിറ്റുവേഷനാണ് എൻ്റേതിപ്പോൾ. കാരണം ഒന്നിലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ബിസിനസ് ഒരു സൈഡിൽ, അതിൻ്റെ ടെൻഷൻ, വെപ്രാളോ പറയേണ്ട. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിൽ വീട് ക്ലീനിങ്, ഫുഡ് ഉണ്ടാക്കൽ, മക്കളെ കാര്യങ്ങൾ, യാ റബ്ബേ, എല്ലാം കൂടി മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും സൈഡ് എഫക്റ്റ് എനിക്ക് സംഭവിച്ചുള്ളത് എൻ്റെ മുടിക്കാണ്. മുടി ഇങ്ങനെ
കൊല്ലമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഫ്രീസർ നല്ലപോലെ സോപ്പിട്ട് തേച്ച്, സോപ്പ് തന്നെ വിം ലിക്വിഡാട്ടോ, അതിട്ട് നന്നായിട്ട് കഴുകി സ്പോഞ്ച് കൊണ്ട് വരച്ചതിന് ശേഷം നല്ലോണം 3-4 പ്രാവശ്യം സോപ്പാക്കിയതാണേ. നല്ലോണം തുടക്കണേ, ഇനിയിപ്പോൾ പറയണേ സോപ്പ് ഇട്ടിട്ട് അങ്ങനെയല്ല. ആ ഒരു സ്മെല്ല് പോകണമെങ്കിൽ നമ്മൾ നല്ലപോലെ പിന്നെന്താണ് തേച്ചെടുക്കണം. പിന്നെ നമ്മളെ ഫ്രിഡ്ജിന് എപ്പോഴും ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും. ഞാനിങ്ങനെ ടിഫിനിൽ കുറച്ച് വെള്ളം വെക്കട്ടെ, ഐസ് ക്യൂബ്സ് ഇപ്പം നല്ല ചൂടല്ലേ, അതുകൊണ്ട് തന്നെ. പിന്നെ താഴത്തെ സൈഡും ഇതേപോലെ എല്ലാ സൈഡും ഞാൻ പിന്നെന്താണ് തേച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വൈറ്റ് സൈഡ് ചില ആൾക്കാർക്ക് വീട് നല്ല വൃത്തിയിടാം. ഫ്രിഡ്ജ് ശരിക്കും പറഞ്ഞൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെയാണ്. എല്ലാ ഫ്രിഡ്ജിൽ വാരി ഉന്തിയിട്ട് പിന്നെ അതിനങ്ങനെ ശ്രദ്ധിക്കാതെ വെക്കുന്ന കാണുന്നുണ്ട്. ചില വീടുകളിലും പോയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ എങ്കിൽ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല, അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എല്ലാം കൊണ്ടുപോയി ഉന്താനുള്ളൊരു സ്ഥലമല്ല അത്. അതെന്ന് വെച്ചാൽ ഏറ്റവും കെയർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വീട്ടിൽ കുഞ്ഞു മക്കളിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കല്ലോ അത് ചിലപ്പോൾ അങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചിലപ്പോൾ അങ്ങ് ഓക്കെ ആവും. പക്ഷേ ചിലപ്പോൾ കുഞ്ഞു മക്കൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അതല്ല എനിക്ക് പേടി. എപ്പോഴും പത്രത്തിലൊക്കെ കാണുന്നില്ല നിങ്ങൾ ഫുഡ് ഇൻഫെക്ഷൻ, പാലിൽ നിന്ന് ഇതായി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം എനിക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ മെയിൻ അതാ മടി. 2 ബോക്സ് താഴത്ത്, ഒന്ന് പച്ചക്കറിക്കും ഒന്ന് ഫ്രൂട്ട്സിനും. പക്ഷേ അതിലെപ്പോഴും ഞാൻ എൻ്റെ അരിപ്പൊടി, കടല, ചെറുപയർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടാക്കാനാട്ടോ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നല്ലോണം തേച്ച് കഴുകി കുറേ പ്രാവശ്യം തുടച്ചെടുത്തിട്ട്, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അത്രയും ഞാൻ തുടച്ച് സെറ്റാക്കി. അതിനുശേഷം എല്ലാം ഉണങ്ങിയതിനും അതും കൂടി വെച്ച് അൽഹംദുലില്ലാ ഇപ്പം എന്തൊരു സമാധാനം കാണാനായിട്ട്. ഇത് 2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്നാമതിപ്പോൾ വെക്കേഷനല്ലേ, കുട്ടികളെല്ലാം വീട്ടിലുള്ളതുകൊണ്ട് പറയേണ്ട, തുറക്ക പൂട്ട, പിന്നെ അത് എന്താണ് ഓരോ സാധനം വലിച്ചിടുക. അതുകൊണ്ട് അത്രയും വൃത്തി ഇപ്പം അങ്ങനെ കിട്ടുള്ളൂ. പെരുന്നാളൊക്കെ അല്ലേ, അതാണ് നമ്മളൊന്നെല്ലാം സെറ്റാക്കി വെക്കണമല്ലോ. അപ്പം എന്തായി പെരുന്നാളിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു കറയില്ലേ, ഒന്നും മറിഞ്ഞിട്ടൊന്നും ആയതല്ലേ, അത് നമ്മൾ പണിക്കാരാക്കി വെച്ചതാണ്. വീട്ടിൽ കൂടുന്ന സമയത്ത് എന്തോ വുഡിൻ്റെ കറയാണത്. ഇൻറ്റീരിയറിൻ്റെ ആൾക്കാർ എന്തോ ഒരു ക്രീം അവിടെ, അല്ല അവരെ പോളിഷിൻ്റെ എന്തോ ഒരു സംഭവം അവിടെ മറിച്ചിട്ട് അതങ്ങനെ മാർബിളാണല്ലോ പെട്ടെന്ന് അബ്സോർബ് ആവുമല്ലോ, അങ്ങനെ അവിടെ ഒരു സ്ക്രാച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ബാക്ക് കുറച്ച് നമ്മൾ നീക്കി വെച്ചതിൻ്റെ ബാക്ക് തുടക്കുക. പിന്നെ ഈ ഷെൽഫ് തുടക്കാൻ ഞാൻ എൻ്റെ മക്കളാക്കിയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ ക്ലീൻ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു പൈസ തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിച്ചൻ്റെ ഷെൽഫെല്ലാം അവരെ കൊണ്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത്. 2 പേരെ കൊണ്ടും, എൻ്റെ 2 മക്കളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചു. കാരണം അവർക്കൊരു ചെറിയ പൈസ ഞാൻ കൊടുക്കും. അങ്ങനെ അവരെ കൊണ്ട് ചെറിയ ജോലികളെല്ലാം ചെയ്യിച്ച് അവർക്ക് ചെറിയൊരു പൈസ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അവരെന്ത് സാധനം വാങ്ങിക്കുക. ചില ആൾക്കാർക്ക് ഞാൻ ഇന്നാളത്തിൽ അവൾക്ക് പൈസ കൊടുത്ത്, എന്നിട്ട് ഞാൻ അതിൽ നിന്ന് അവർക്ക് എന്താണ് വേറൊരാൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രേരണ, അതൊക്കെ കുട്ടിയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ വളർത്തി. പിന്നെ സേവിങ്സ്, പിന്നെ ഞാൻ പറയും ഇങ്ങനെ മാറ്റി വെച്ചോ എന്നൊക്കെ. പിന്നെ നമ്മൾ മോപ്പ് അത് വെച്ചിട്ട് സൈഡൊക്കെ തുടച്ച്. ഈ ഒരു മോപ്പ്, റൗണ്ട് മോപ്പിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ ഉള്ളും ഈസിലി പോയി തുടക്കാനും നല്ല സുഖമാണ്. ഇപ്പോഴും മോപ്പിന് നമുക്ക് ഇഷ്ടംപോലെ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 1 വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് സ്ട്രൈറ്റ്, റൗണ്ട് 2 ടൈപ്പിലാണ് വരുന്നത്. ഇനി ഫുള്ള് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോപ്പ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യും. മറ്റേ റൗണ്ട് മോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, കിച്ചണിലെ ഡെയിലി തുടച്ചെടുക്കാൻ ഞാൻ അതാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പെരുന്നാൾ ക്ലീനിങ്ങിൽ എല്ലാവരും പെട്ടെന്ന് ചെയ്തോ, എന്നിട്ട് സെറ്റാക്കി വെച്ചോ. എല്ലാവർക്കും എന്താണ് നല്ല പെരുന്നാളാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.